പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ഇന്ന് അധിക തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇന്നും നാളെയുമായി നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തും. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. വിവരങ്ങളുമായി വിനീത വേണുവാണ് ചേരുന്നത്. വിനീത, ഈ കൂടിക്കാഴ്ചകളും സംഭാഷണങ്ങളും ഒക്കെ നിർണായകമാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് കീർത്തന ആര്യ നമ്മൾ ഇതിനെ കാണേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ 7 വർഷത്തിന് ശേഷം എത്തുന്നു എന്നതാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി എത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ അമേരിക്കയെയും ഡൊണാൾഡ് ട്രംപിനെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഉച്ചകോടി എന്ന് തന്നെ പറയണം. കാരണം അമേരിക്കയുടെ അധിക തീരുവ മറികടക്കുന്നതിന് വേണ്ടി ചൈനീസ് വിപണിയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗാൽവൻ മേഖലയിലുണ്ടായ സംഘർഷം, ബ്രഹ്മപുത്ര നദീജല തർക്കം ഉൾപ്പെടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുമെന്നറിയുന്നു. ഇതിൽ അനുകൂലമായൊരു നിലപാട് ചൈനയിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അത് നിർണായകമായ പ്രഖ്യാപനങ്ങളിലേക്ക് പോകുമെന്നുറപ്പാണ്. കാരണം അമേരിക്ക സൃഷ്ടിക്കുന്ന തീരുവ പ്രതിസന്ധി അത് ഇന്ത്യയെയും ചൈനയെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വിപണിയും ബന്ധങ്ങളും ഒക്കെ തേടിയുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷാങ്ഹായ് ഉച്ചകോടി ഏറെ നിർണായകമാവുകയും ചെയ്യുന്നു. അവിടെ എത്തുന്ന എല്ലാ രാഷ്ട്രത്തലവന്മാരുമായും പ്രാഥമിക തലത്തിലെങ്കിലും ചർച്ചകൾ നടത്താനാണ് തീരുമാനം. ചൈനയുമായി ഇന്ത്യ കൈകോർക്കുമ്പോൾ അത് ഏഷ്യയിൽ തന്നെ 2 പ്രധാന വലിയ ശക്തികൾ കൈകോർക്കുന്നു. അമേരിക്കൻ നിലപാടുകൾക്കെതിരെ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ജപ്പാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായുള്ള സൗഹൃദം സമാധാനത്തിലേക്കും അതിൻ്റെ വളർച്ചയിലേക്കുമൊക്കെ സഹായിക്കും എന്നുള്ള ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും മത്സ്യക്കയറ്റുമതിയിലടക്കം ചൈനയിൽ ഇന്ത്യ പുതിയ മാർക്കറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് നിർണായകമായ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഖനനത്തിനായി സഹായിക്കുന്ന യന്ത്രങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. അതുപോലെ കോവിഡിന് ശേഷമുള്ള സാഹചര്യം, അത് വിപണിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഏറെ നിർണായകമായ ഒരു ചർച്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല നാളെ ഇതിന് ഉച്ചകോടിക്ക് എത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തുന്നു. അതുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇത്രയധികം തീരുവ ചുമത്തിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. നിർണായകമായ ഈ തീരുവ വർധന ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ എത്രത്തോളം ഗുണകരമാകും അല്ലെങ്കിൽ വിജയകരമാകുമെന്നാണ് നമുക്കറിയേണ്ടത്. ഏതായാലും ഇന്ത്യ, ചൈന, റഷ്യ ത്രികക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതായിരിക്കും ചർച്ചകൾ, ഇന്നയും നാളെയും നടക്കുന്ന ചർച്ചകൾ എന്നതാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല ദക്ഷിണേഷ്യയിൽ ഒരു സാമ്പത്തിക ചേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെയും പിന്തുണ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. ശരി, വിനീത വേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം.